നമസ്കാരം. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകരെ ന്യായീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഗവർണർക്ക് വല്ലാത്ത മാനസികാവസ്ഥയാണ് എന്നും അതിനാലാണ് ഗവർണർ ഇത്തരത്തിൽ പ്രതിഷേധിച്ചത് എന്നും എന്തിനാണ് അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി റോഡിലേക്ക് എത്തിയത് എന്നും മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചു. പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ സുരക്ഷയും പോലീസ് നൽകുന്നുണ്ടെന്നും ഗവർണർ അനാവശ്യമായാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നും വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. അതേസമയം കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ SFI നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാട് തുടരുകയാണ് ഗവർണർ. 17 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുമ്പോൾ ആ കേസിന്റെ FIR കാണിക്കണം എന്നാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. ആ കേസിന്റെ FIR കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇനി താൻ ഇവിടെ നിന്ന് പ്രതിഷേധം നിർത്തി തിരികെ പോകൂ എന്നും ഗവർണർ പ്രതികരിച്ചു. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് പരാതിപ്പെട്ട ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ആവശ്യപ്പെട്ടു. വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തന്നെ തുടരുകയാണ് ഗവർണർ. പോലീസിനോടും ഗവർണർ ക്ഷുഭിതനായി പ്രതികരിച്ചു. പോലീസ് സ്വയം നിയമം ലംഘിക്കുകയാണ് എന്നും ഗവർണർ പോലീസിനെ കുറ്റപ്പെടുത്തി. 50ഓളം പ്രവർത്തകരുണ്ടായിരുന്നുവെന്ന് ഗവർണർ പറയുന്നു. അതിൽ 17 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഗവർണർക്കെതിരെ കരിങ്കൊടിയുമായി എത്തിയ SFI പ്രവർത്തകരോട് വരൂ എന്ന് പറഞ്ഞാണ് ഗവർണർ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. എന്നാൽ 17ലധികം പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് പോലീസ് പറയുമ്പോൾ അതിൽ 50ഓളം പേരുണ്ടെന്ന് ഗവർണർ അവകാശപ്പെടുന്നു. സംഭവത്തെ തുടർന്ന് കൂടുതൽ പോലീസുകാർ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ DGP നിർദ്ദേശം നൽകി കഴിഞ്ഞു. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ FIR കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഗവർണർ. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ തല തല്ലിപ്പൊട്ടിക്കുന്ന സാഹചര്യത്തിൽ തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഒരു നടപടിയെടുക്കാനും പോലീസ് ശ്രമിക്കുന്നില്ല എന്നും ഗവർണർ കുറ്റപ്പെടുത്തി. എന്തായാലും ഗവർണറുടെ ഈ നടപടി SFIക്കും CPM-നും ലഭിക്കുന്ന ഒരു കറുത്ത അധ്യായം തന്നെയാകും. ഒരു പാഠമായി ഇതെന്നും SFIയെയും മുഖ്യമന്ത്രിയെയും സംബന്ധിച്ച് നിലനിൽക്കും. ഗവർണറെ പൂട്ടാൻ ശ്രമിച്ച SFIക്കാർക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.